ഹായ് ഓൾ, എല്ലാവർക്കും സാസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഞാൻ സജിത. നമ്മളിന്നിവിടെ ഒരു പുതിയൊരു ഡിസൈൻ പരിചയപ്പെടാനാണ് പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഗോൾഡ് കളർ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് 2 ലെയർ ചെയിൻ സ്റ്റിച്ച് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് ഗോൾഡിൻ്റെ തന്നെ ഷുഗർ ബീഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ലെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്തായിട്ട് ഒരു സിൽവർ കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ സിൽവറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ അനുസരിച്ച് കൊണ്ട് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ഒരു ലെയർ ഷുഗർ ബീഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ കുർത്തീസിലും അതുപോലെ ക്രോപ്പ് ടോപ്സ്, ബ്ലൗസ്, ഇവിടെ നെക്കിലും സ്ലീവിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളപ്പോൾ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലൊരു കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ബ്ലൂ കളർ കുന്തൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മെറ്റീരിയലിന് അനുയോജ്യമായ കളറിൽ നിങ്ങൾക്കെടുക്കാം. അങ്ങനെ ആ കുന്തൻ സ്റ്റോണിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷുഗർ ബീഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെയർ റൗണ്ട് ഷേപ്പിൽ കംപ്ലീറ്റ് ചെയ്തൊരു ഫ്ലവർ മോഡലിൽ എടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പേൾ എടുത്തിട്ടുണ്ട്, വൈറ്റ് പേൾ. അവ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷുഗർ ബീഡ്, വൈറ്റ് പേൾ, അടുത്ത് വീണ്ടും ഒരു ഷുഗർ ബീഡ് എന്ന മെത്തേഡിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കാലപ്പ് നെക്കിലൊക്കെ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്യാപ്പ് ഇടാതെ വേണമെങ്കിലും ഇത് അടുത്തടുത്തായിട്ടും ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.